ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. മാർക്കറ്റ് സമയം 9:24. മാർക്കറ്റ് നല്ല ബാരിഷ് ആയിട്ട് ഓപ്പൺ ആയി. നിഫ്റ്റി ആയാലും ബാങ്ക് ഒക്കെ ആയാലും നല്ല ബാരിഷ് ആയിട്ടാണ് ഓപ്പൺ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യാം. ഡൗൺ സൈഡ് ലിക്വിഡിൻ്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പ് സൈഡിലേക്കാണ് ഫസ്റ്റ് ട്രേഡ് ശരിക്കും നോക്കേണ്ടത്. ബാങ്കിൽ പറഞ്ഞ പോലെ ഒരു പ്രൈസ് ആക്ഷനൊക്കെ ക്രിയേറ്റ് ആയിട്ടുമുണ്ട്. അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റും. പക്ഷേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ. കാരണം ഒന്ന് സെറ്റിൽ ആയിക്കോട്ടെ. ഇന്നത്തെ ഫസ്റ്റത്തെ 50 മിനിറ്റ്സിൻ്റെ ലോക്ക് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ഏതനുസരിച്ച് ട്രേഡ് ചെയ്ത് നോക്കാം. നമുക്ക് 48,300 കോൾ ഓപ്ഷൻ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടേക്കാം. നോക്കാം അപ്പ് സൈഡിലേക്കാണോ ഡൗൺ സൈഡിലേക്കാണോ നമുക്ക് ട്രേഡ് നോക്കാം. ഫസ്റ്റ് ചാൻസ് ചെയ്താലും ഞാൻ നോക്കുന്നില്ല. ഇനി കുറച്ചൊന്ന് സെറ്റിൽ ഡൗൺ ആയിക്കോട്ടെ. കാരണം ഭയങ്കര ബാരിഷ് ക്യാൻഡിലാണ് രാവിലെ തന്നെ വന്നത്. ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബുള്ളിഷ് പോകാനൊരു ധൈര്യമില്ല. ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ്സ്. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഒന്നും പുതിയത് ക്രിയേറ്റ് ആയിട്ടില്ല. ഇന്നത്തെ പ്രൈസ് ആക്ഷനിൽ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. അതായിരിക്കും നന്നാവാൻ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൾ ഓപ്ഷൻ്റെ പരിപാടി ഇപ്പോൾ തൽക്കാലം നിർത്തി വെക്കാം. ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. അതായിരിക്കും നന്നാവുക. നമ്മുടെ 22,200 കോൾ ഓപ്ഷനൊക്കെ നല്ലതായി പോയി. അതല്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് 50 മിനിറ്റ്സിൻ്റെ ലോക്ക് എടുത്തതിന് ശേഷം വീണ്ടും അപ്പ് സൈഡിലേക്ക് നല്ലൊരു പോക്ക് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലൊക്കെ നല്ലൊരു എൻട്രി തന്നിട്ടുണ്ട്. പക്ഷേ സ്പോട്ടിൽ അങ്ങനെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാം. 22,300 പുട്ട് ഓപ്ഷൻ നോക്കാം. ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കുള്ള എൻട്രി നോക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടോ, ബാങ്ക് നിഫ്റ്റി നല്ല പോക്കാം മോഡലിലേക്ക് പോയത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്കുള്ളൊരു എൻട്രി വരുന്നുണ്ട്. നമുക്ക് ഏതോ ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, വരട്ടെ. എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. നമുക്ക് ഏരിയ വരുമ്പോൾ എൻട്രി എടുക്കാം. നമ്മൾ ഓർഡറൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. മാർക്കറ്റ് ആ ഒരു റീച്ചിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം. വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യാം. 22,291 മുകളിലൊക്കെ വരട്ടെ. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റിയാണ്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത്. ഞാൻ അപ്പ് സൈഡിലേക്ക് നോക്കാൻ നമുക്ക് എൻട്രി തന്നിട്ടില്ല കേട്ടോ. ഈവൻ അതിന് മുമ്പ് തന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്കാണ് നിഫ്റ്റിയിൽ നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു എൻട്രി തന്നില്ല കേട്ടോ. നിഫ്റ്റിൻ്റെ ബാങ്ക് ഇന്നത്തെ 50 മിനിറ്റ്സ് ലോക്ക് ടാപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല പോയിന്റ് കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എൻട്രി തന്നിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് എൻട്രി കിട്ടിയത് ഇങ്ങോട്ടാണ്. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒന്ന് അപ്പ് സൈഡിലേക്ക് 1:5 ആകുമ്പോൾ ഒരു ടാർഗറ്റ് വന്നിട്ടുണ്ടാവും മിക്കവാറും എനിക്ക് തോന്നുന്നു. ഞാൻ നിഫ്റ്റിയിൽ നോക്കിയിരുന്നു. കുഴപ്പമില്ല, ഏതിനാണോ ചാൻസ് കിട്ടുന്നത് അതിലെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയിപ്പോൾ നിഫ്റ്റിയിലോ ബാങ്കിലോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, വരട്ടെ. എൻട്രി ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, എൻട്രി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ ബൈ കിട്ടിയത് നമുക്ക് 108 വരെ 109.20 കിട്ടിയത്. ഓക്കെ, നമുക്ക് 109.20 കിട്ടിയത്. 111 ചെറിയൊരു പ്രോഫിറ്റിലാണ്. നമുക്ക് ഇന്നത്തെ ഡേ ലോ ആണ് ടാർഗറ്റ്. ഡേ ലോക്കിലേക്ക് 65 പോയിന്റ് 1:6 ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ. നോക്കാം. ഇപ്പം പ്രത്യേകിച്ച് ഡൗൺ സൈഡ് വേറെ ലിക്വിഡിറ്റി നമുക്ക് ഇന്നത്തെ ലോ ആണ്. ഇന്നത്തെ ഡേ ലോ ആണ് ടാർഗറ്റ് വെക്കാൻ പറ്റിയ രീതി എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈൻ്റെ തൊട്ടടുത്തുമാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ എടുക്കാൻ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ SL അടിച്ചു പോകും. മിക്കവാറും നിഫ്റ്റി എനിക്ക് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ, കാരണം ഡേ ഹൈൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരുപാട് ആളുകൾ മാർക്കറ്റ് ഇന്ന് നല്ല ബെയറിഷായിട്ടും വലിയ ക്യാൻഡിൽസൊക്കെ ഡൗണിലേക്ക് കാണുമ്പോൾ മിക്ക ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ ഡേൻ്റെ മുകളിലായിരിക്കും, ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അതെടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് SL അടിച്ചു പോകും. പിന്നെ നമുക്ക് പുതിയൊരു ചാൻസ് നോക്കേണ്ടി വരും. പുതിയൊരു എൻട്രി നല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ടി വരും. ഇൻ കേസ് നേരെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിതിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഏതാ സംഭവിക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് പ്രോപ്പറായിട്ടൊരു ചാൻസ് വരുമ്പോൾ എൻട്രി പ്ലാൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക.
കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങാനും ശ്രമിക്കുക, SLും കൊടുക്കുക. അത്രേ നമ്മുടെ കയ്യിലുള്ള കാര്യമുള്ളൂ. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലേ. മൊമെൻ്റൊക്കെ കണ്ടിട്ട് നല്ല ടാർഗറ്റിലേക്ക് തന്നെ വരുന്ന തോന്നുന്നത്. 3000 ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 10:49 ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു എൻട്രി എടുത്ത സമയത്ത് ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നില്ല ഡൗൺ സൈഡിൽ. അതിനുശേഷം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി ശരിക്ക് എന്താ പറയുക, അവിടുന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക. കാരണം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആണത് ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. ഇത് രസം എന്ന് വെച്ചാൽ ഈ ട്രേഡിൽ കറക്റ്റ് എക്സാക്ട്ലി എൻ്റെ SLൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടുണ്ട്. ലെക്കിൽ SL അടിക്കാതെ പോകുന്നതാണ്. വീണ്ടും 5000 സംതിങ് പ്രോഫിറ്റാണ്. നമുക്ക് നല്ല ഭാഗ്യം എന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസിലാണ് നമ്മുടെ SL പോയത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ SL കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ലിക്വിഡിറ്റിയും കൂടെ ഉണ്ട് താഴെ. ഇനി അതും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. 6300 പ്രോഫിറ്റിലാണ് ഇപ്പം. 10:50 ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 8000 പ്രോഫിറ്റ് ഉണ്ട്, നമുക്ക് ബുക്ക് ചെയ്യാം. അതാണ് ബാങ്ക് നിഫ്റ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിൽ മൊബൈലാണ് എക്സിറ്റ് ചെയ്ത്. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്തു. നമ്മുടെ ഓർഡറൊക്കെ ഒന്ന് കാണാം. 109 എൻട്രി, 130 എക്സിറ്റ്. അത്യാവശ്യം എന്താ വെച്ചാൽ 1:5 ഒന്നും കിട്ടിയിട്ടില്ല. ഒരു 8000 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓവറോൾ മാസം അത്യാവശ്യം പ്രോഫിറ്റിലാണ്. ഈ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് നല്ല ചാൻസ് കിട്ടാണ് എടുക്കാം എൻട്രി. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ബാങ്ക് നിഫ്റ്റിയിലും കൂടി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. നിഫ്റ്റി ടാപ്പ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് ബാങ്ക് കൂടി ടാപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. നിഫ്റ്റി ടാപ്പ് ചെയ്ത സമയത്ത് 5000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, 5-6 റേഞ്ചിലൊക്കെ. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് കിട്ടി. വീണ്ടും താഴേക്കാണോ പോകുന്നത്? താഴേക്ക് അത്യാവശ്യം വരുന്നുണ്ടല്ലേ. പ്രീമിയം 133 ആയി. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ എക്സിറ്റ് ചെയ്തു. പ്രോപ്പർ റീസൺ ഉണ്ട്, വെറുതെ അല്ല. നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു എൻട്രി എടുക്കൂല, കാരണം ടാർഗറ്റ് കുറവായതുകൊണ്ട്. ഇന്നത്തെ ഡേലോ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് നിഫ്റ്റിയിൽ. പക്ഷേ അതിന് ശേഷം എൻട്രി എടുത്തതിന് ശേഷം ഒരു പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയതാണ്. അതുകൊണ്ടാണ് അവിടെ എക്സിറ്റ് ചെയ്തത്. അതും നമ്മുടെ SLൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. ലക്കി, ഇത് പക്കാ ലക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് ചെറിയത് അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ SL അടിച്ച് പോകാമായിരുന്നു. അങ്ങനെയും വരാം. ഭാഗ്യം എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ചെറിയ 6 പോയിൻ്റ് SL എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിലേ ചിലപ്പോൾ രക്ഷപ്പെടുകയുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടും ചെറിയ പോയിൻ്റ് അല്ലേ, അപ്പോൾ അത് തന്നെയാണ്. പക്ഷേ പ്രോപ്പർ ഏരിയ എന്നാണ് എൻട്രി എടുത്തത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഇവിടെ ടാപ്പ് ചെയ്ത് ഇന്നത്തെ ഡേ ഹൈ ഒക്കെ എടുക്കാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഡേ ഹൈൻ്റെ എക്സാക്ട്ലി ആ ഒരു ഏരിയ നിന്ന് റിവേഴ്സൽ വന്നു. അപ്പം ചാൻസ് ഉണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ. എക്സിറ്റ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് വരുമ്പോൾ. സമയം 11:05 ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കാം. കാരണം നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്താണ്. ഇവിടുന്ന് ഒരു അപ്സൈഡിലേക്ക് ഒരു അത്യാവശ്യം പോയിന്റ് ഉണ്ട്. മിനിമം 1:5 കിട്ടാനുള്ളൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ളൊരു ഏരിയ ഉണ്ട്. അടുത്തൊരു ഹൈയിലേക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ആ ഒരു ഏരിയന്ന് ഈ ഒരു ഏരിയ അത്യാവശ്യം ഉണ്ട്. നമ്മൾ ആ നിഫ്റ്റിൻ്റെ ട്രേഡ് നേരത്തെ കുറച്ചും കൂടെ 1:5 റേഞ്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ടാപ്പ് ചെയ്തുകൊണ്ട് പിന്നെ അത് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. നിഫ്റ്റി 22,250 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. അപ്പോൾ 165 പ്രീമിയം ഉള്ളത്. അതൊരു ബൈ ഓർഡർ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ചാർട്ട് നോക്കാം. 166 ഇപ്പോൾ അല്ലേ. ഡേ 11 തൊട്ടടുത്താണ്. 162 താഴേക്ക് വരുമ്പോൾ മിക്കവാറും എൻട്രി കിട്ടുന്ന എനിക്ക് തോന്നുന്നു. അതായാലും ഒരു എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തേക്കാം, ഓർഡർ ഒക്കെ റെഡിയാക്കി വെക്കാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ ഡേ ഹൈൻ്റെ തൊട്ടടുത്താണ്. പറഞ്ഞ മാതിരി തന്നെ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ പോയി എടുത്തിട്ടുണ്ട്. ഡേ ഹൈ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഡേ ഹൈ ലിക്വിഡിറ്റി. അപ്പോൾ പിന്നെ ഇനി അപ്പ് സൈഡിലേക്ക് പോകുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു ട്രേഡ് വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ആ ഒരു അപ്പ് സൈഡിൻ്റെ ലിക്വിഡിറ്റി ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞതാണ്, കാരണം എക്സാക്ട്ലി അതുപോലെ സംഭവിച്ചിട്ടുണ്ട്.
കാരണം ബാങ്ക് നിഫ്റ്റി അപ് സൈഡ് ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിൽ ഒരുപാട് SL അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ഇന്നത്തെ ബെയറിഷ്നെസ് ഒക്കെ കണ്ടിട്ട് ആളുകൾ ഡൗൺ സൈഡിലേക്ക് കയറിയ ആളുകളൊക്കെ SL മിക്കവാറും ആ ഒരു രീതിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാനും പ്രോബബിലിറ്റി ഉണ്ട് ട്രേഡിൽ. അതുപോലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കളികൾ മൊത്തം. അതാണ് ഭയങ്കര ടഫ് ഇപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് വലിയൊരു ടാർഗറ്റ് എടുത്തിട്ട് എത്രയോ ദിവസമായി ശരിക്കും. കാരണം മാർക്കറ്റിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ബാങ്ക് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും നിഫ്റ്റി ഇവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഒരു പ്രോപ്പർ ഒരു ടാർഗറ്റൊക്കെ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ട്രേഡ് ഞാൻ എടുക്കുന്നില്ല. സമയം 11:45. നമ്മൾ ആ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോയിട്ട് ഇപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് താഴേക്ക് തന്നെ വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാം. അവിടെ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നോക്കാം. കാരണം ബാങ്ക് നിഫ്റ്റിയിലും പുതിയൊരു ഐഡിയക്സ് ക്രിയേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ ഡേ ഹൈ എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു പുതിയൊരു ഐഡിയക്സും കൂടെ ബാങ്ക് നിഫ്റ്റിയിലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് നോക്കാം. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ട് വരുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി കണ്ടോ, ഞാൻ പറഞ്ഞ 48,467 ടാപ്പ് ചെയ്തപ്പം ആണ് ഞാനത് പരിഗണിക്കാൻ കാരണം. നേരത്തെ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ എടുത്തപ്പം ഒന്നുകൂടി പരിഗണിക്കാൻ കാരണം ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ടാണ്. ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും കൂടെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് പരിഗണിക്കാൻ കാരണം. അതായത് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാം. പ്രീമിയം ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. 38 സംതിങ് ആണ്. അത് എത്തുമ്പോൾ നമുക്ക് എടുക്കാം. 156 ഇപ്പോൾ ഉള്ളത് പ്രീമിയം. 156 എടുക്കണ്ടേന്ന് കൺഫ്യൂഷൻ ഉണ്ട്. ബാങ്ക് ഓഫ് സൈഡ് എടുത്തതിനെ കൊണ്ട് താഴേക്ക് വരുമോ മുകളിലേക്ക് പോവോ ഒക്കെ ഏതായാലും നമുക്ക് എടുക്കാം. ബൈ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡാണ്, സെക്കൻഡ് ട്രേഡ് ഇന്നത്തെ. 155.80 നമ്മുടെ എൻട്രി. ഇതിൽ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഇത് കുറേ ആളുകൾക്ക് ഡൗട്ട് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ എടുക്കാതെ പിന്നെ എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഒന്ന് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു ഡേ ഹൈ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് നേരത്തെ. രണ്ടാമത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇന്ന് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി എന്താ പറയുക അപ്പ് സൈഡിലേക്കും പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തത്. ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, നമ്മൾ ഫ്രൈഡേ ആണ് നമുക്കിന്ന്, പക്ഷെ നേരത്തെ പോകേണ്ടി വരും. ഈ ട്രേഡിൽ SL ആണോ ടാർഗറ്റ് ആണോ നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഏതായാലും അത്യാവശ്യം മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് 12:30 മുന്നേ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഞാൻ പിന്നെ റെക്കോർഡിങ് ചെയ്യാൻ പറ്റില്ല. 12:30 ശേഷമാണ്, കുറച്ച് സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ SL ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതിന് മുമ്പ് SL അടിക്കുന്ന എനിക്ക് തോന്നുന്നു. താഴേക്ക് വരുന്നിട്ട് ഇത് ഈ ഒരു എൻട്രി എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആണ്. മാർക്കറ്റ് ബുള്ളിഷായി പോകും തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പല സമയങ്ങളിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണതാണ്. നിഫ്റ്റി താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ബാങ്ക് മുകളിലേക്ക് പോകും, ബാങ്ക് മുകളിലേക്ക് പിന്നെന്താ പറയുക ബാങ്ക് താഴേക്ക് വരുമ്പോൾ നിഫ്റ്റി അങ്ങനെ ഒരു ഡിഫറൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ വലിയ ടാർഗറ്റിന് പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും ബാങ്ക് നിഫ്റ്റി താഴെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിഫ്റ്റിയിൽ ഇറങ്ങേണ്ടി വരും. അങ്ങനെ കുറേ നമുക്ക് ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പലപ്പോഴും രണ്ടിലും ഏകദേശം ഒരു ടൈമിലായിരിക്കും അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും എൻട്രി കിട്ടുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈ പ്രോബബിലിറ്റി ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലെ കാര്യം ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അതേ രീതിയിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ അല്ല. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് രണ്ടും പലപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കളിക്കുന്നത്. അതാണ് എൻ്റെ ഒരു റിസ്ക്. പക്ഷേ ഇന്നത്തെ HDFC ബാങ്കൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുള്ളിഷാണല്ലോ മാർക്കറ്റ്. നല്ല HDFC ബാങ്കിലൊക്കെ ബുള്ളിഷ് എന്നല്ല, അത്യാവശ്യം മൂവ്മെൻറ്റ് മുകളിലേക്ക് കാണിക്കുന്നൊക്കെ ഉണ്ട് HDFCയിലൊക്കെ. പക്ഷേ ബാങ്കും നിഫ്റ്റിയൊക്കെ താഴേക്ക് തന്നെ വന്നത്. അതുപോലെ ICICI ഇല്ല, HDFC മാത്രം. നോക്കാം. ഏതായാലും 11:49 ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ SL ആണോ ടാർഗറ്റ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് SL അടിക്കുമോ നോക്കാം. താഴേക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ടല്ലേ, സ്പോട്ട് വരുന്നുണ്ട്. പക്ഷെ പ്രീമിയം അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ കയറി പോയാലും കഴിച്ചിലായി. ഇല്ല, കഴിച്ചിലാവൊന്നുമില്ല. എസ് എൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രേഡ് എസ് എൽ അടിച്ചിട്ടുണ്ട്. സമയം 11:50 ആയിട്ടുണ്ട്. 2531 രൂപ ലോസ് ഉണ്ട്. ഓവറോൾ നമുക്ക് 5260 പ്രോഫിറ്റിലാണ്. ഇനി ട്രേഡ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, കാരണം ഇനി ഉച്ചയ്ക്ക് ശേഷം വല്ല അവസരം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതുവരെ ട്രേഡ് ഒന്നുമില്ല. നമ്മുടെ ടോട്ടൽ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം. ഫസ്റ്റ് ട്രേഡ് 10:24, 10:53 എക്സിറ്റ്. സെക്കൻഡ് ട്രേഡ് 11:46 എൻട്രി, 11:49, 3 മിനിറ്റ് കൊണ്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഓൾ ടൈം ഡേ ഹൈ ടാപ്പ് ചെയ്ത സമയത്ത് ബാങ്ക്, ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഓൾ ടൈം ഹൈ ടാപ്പ് ചെയ്തിട്ട് ബാങ്ക് താഴേക്ക് വരുന്നുണ്ട്. ബാങ്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ബാങ്ക് മുകളിലേക്ക് പോകണ്ടേ. ഇനി ബാങ്കിൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. 48,500, 520 റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ താഴേക്ക് നോക്കാം, ഏതാ അവസരം കിട്ടുകയാണെങ്കിൽ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വല്ല ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാം. നമ്മൾ രാവിലെ എടുത്ത ട്രേഡ് ഉണ്ടല്ലോ, ഫസ്റ്റ് ട്രേഡ് ഇപ്പം മാക്സിമം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് വെച്ച ടാർഗറ്റ് എത്തി. അതായത് ഡേയിലോ ഓൾമോസ്റ്റ് 1:5 എബോവ് വന്നിട്ടുണ്ടാവും ഇപ്പോൾ പ്രോഫിറ്റൊക്കെ. ഇന്നത്തെ ഡേയിലോ ഏരിയയിലെത്തി. ഡേയിലോ എടുത്തിട്ടില്ല, ഡേയിലോൻ്റെ തൊട്ടടുത്താണ്. സമയം 2:50 നമ്മുടെ ട്രേഡിംഗ് അവേഴ്സൊക്കെ ഏകദേശം കഴിയാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡിനെ ലോജിക്ക് തന്നെ അതൊരു നമ്മുടെ എൻട്രി സെറ്റപ്പ് ഒന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെ കിട്ടിയപ്പോൾ ഞാൻ എടുത്തുന്നുള്ളൂ. ഒരു മാർക്കറ്റ് നല്ല ബാരിഷായി വന്നപ്പോൾ ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ഹൈ ഒക്കെ എടുത്ത സമയത്ത് ഞാൻ എടുത്തുന്നുള്ളൂ. ഒരു സിങ് ഹൈ ഒക്കെ ടാപ്പ്, സിങ് ഹൈൻ്റെ മുകളിലേക്ക് പോയി അതിൻ്റെ അടുത്ത ക്യാൻഡിൽ എടുത്തതാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു കൗണ്ടർ ട്രേഡ് പോലെ ചെയ്തത്, താഴെത്താണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാമെന്നുള്ള വ്യൂവിൽ ചെയ്തത്. പക്ഷേ ഒരു 20 പോയിൻറ്റ്സ് ഒക്കെ മൂവ് ചെയ്തു. അതിനുശേഷം എൻ്റെ കോസ്റ്റ് പ്രൈസ് SL അടിച്ചും ചെയ്തു. അത് ഇവിടെ കോസ്റ്റ് പ്രൈസ് അല്ല, 2 പോയിന്റ് കയറ്റി ഞാൻ വെച്ചു കൊടുത്താൽ 22,150 പുട്ട് ഓപ്ഷൻ. 20 പോയിൻറ്റ്സ് വരെ പോയിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ്. പക്ഷേ അതൊരു പ്രോപ്പർ എൻട്രി ഇല്ല. പിന്നെ നമുക്ക് 22,111 ടാപ്പ് ചെയ്യാൻ മുകളിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് വന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു എൻട്രി, ആ ഒരു എൻട്രി ടാർഗറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് നിങ്ങളുടെ ഓഫീസിലില്ല. ഞാൻ ജസ്റ്റ് അതിന് ശേഷം കണ്ടപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തെന്നുള്ളൂ. ഞാൻ അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 925-30 റേഞ്ചിൽ നിന്നായിരിക്കും നമുക്ക് എൻട്രി വരുന്നുണ്ടാവും. ഓൾമോസ്റ്റ് 918-16 വരെയൊക്കെ പോയിട്ടുള്ളൂ. ഒരു 10-5 പോയിന്റ് താഴെ വന്നിട്ടുള്ളൂ അതിനുശേഷം. പക്ഷേ ഇപ്പോൾ 200 പോയിന്റിൻ്റെ അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട്. 200 എബോവ് വന്നിട്ടുണ്ട്. ടാർഗറ്റ് എത്തുമ്പോൾ പോലെ നമുക്ക് സുഖമായിട്ട് 200 ബുക്ക് ചെയ്യാൻ പറ്റിയ ട്രേഡായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഓഫീസിലില്ല. നമുക്കതാണ് ചില സമയത്ത് ട്രേഡ് കിട്ടൂല. ഇന്ന് രാവിലെ നമുക്ക് ഭാഗ്യത്തിനാണ് എന്താണ് നിഫ്റ്റിയിൽ ട്രേഡ് ടാർഗറ്റ് അടിച്ച്, ഇപ്പോൾ ഭാഗ്യമില്ലാതെ പോയി ചെയ്തെന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഭാഗ്യം കിട്ടാതൊക്കെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഭാഗ്യം ഉണ്ടാകുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇതിലങ്ങനെയുണ്ട്, ചെറിയൊരു ലക്കിൻ്റെ ഘടകം കൂടെ ഉണ്ടല്ലോ. നമ്മൾ എൻട്രി എടുക്കുന്ന സമയം, ടൈമും, നമ്മൾ ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ ഉണ്ട്. നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ആ ട്രേഡ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റിയത്. മറ്റേ കുറച്ച് നേരത്തെ വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഇനി ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നമ്മളെ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2:45 കഴിഞ്ഞ് പിന്നെ ട്രേഡ് എടുക്കുന്ന റിസ്ക് ആണ്. 2:52 ആയില്ലേ. ഇവിടുന്ന് താഴേക്കും ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നോക്കാം ബാങ്കിൽ. പക്ഷേ ടാർഗറ്റിലേക്ക് വലിയ ഡിസ്റ്റൻസും ഇല്ല, തൊട്ടടുത്തൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ വേണ്ട, ഏതായാലും ചെയ്യുന്നില്ല. സമയം 2:52 ആയില്ലേ, നമുക്ക് ടൈമില്ല. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയൊക്കെ 170 പോയിൻ്റ് ഒക്കെ ഉണ്ട്. ആണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. പക്ഷേ ഇനി നമുക്ക് സമയമില്ല, നമുക്ക് നാളെ നോക്കാം. നാളെ അവസരം ഉണ്ടാവും, നാളെ ചെയ്യാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിഫ്റ്റിയിൽ അതിൻ്റെ ഇടയിൽ നിഫ്റ്റി ഒരു എന്താ പറയുക 22,111 ടാപ്പ് ചെയ്യാൻ നോക്കിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആ സമയം അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല നിഫ്റ്റി. ബാങ്ക് പ്രോപ്പർ പ്രീവിയസ് ടൈമിൽ ഇന്ന് രാവിലെ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റിയും ഇന്നത്തെ ഡേ ലോയൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് വീണ്ടും മുകളിലേക്ക് പോയത്. ബാങ്കിൽ അത്യാവശ്യം നല്ല പോയിന്റ് പോയില്ല. ബാങ്കിൽ അടുത്തൊരു സിങ് ഹൈ വരെ പോയി. നമുക്ക് എന്താ പറയുക, നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഇനി എന്ത് ചെയ്യാനാ, കഴിഞ്ഞല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവസരങ്ങളുണ്ടാവും മാർക്കറ്റിൽ, എപ്പോഴും നമുക്ക് അവസരങ്ങളുണ്ടാവും. നമ്മൾ പേഷ്യൻസോടെ കൂടി ഇരിക്കുക, നമുക്ക് അവസരങ്ങളുണ്ടാവും. ഇല്ല, ഞാൻ ട്രേഡ് എടുക്കാം. നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. നമ്മുടെ റെഫറൻസിൽ പോയിട്ടാട്ടോ അത് നോക്കൽ. ഈ ഫ്ലാറ്റ് ട്രേഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നമുക്ക് വെരിഫൈഡ് P&L എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു മിനിറ്റ് താഴേക്ക് നോക്കാം. നമുക്ക് കമ്മോഡിറ്റി കറൻസി, നമ്മൾ ഏതായാലും കമ്മോഡിറ്റിയിലൊന്നും ചെയ്യാമല്ലോ. ഇതിൽ നിഫ്റ്റി ബാങ്ക് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല.
നമുക്ക് നമ്മുടെ ഡേറ്റ് റേഞ്ച് കൊടുക്കാം. ഫെബ്രുവരിയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെബ്രുവരിയിലെ ഡേറ്റ് കൊടുക്കാം. സാറ്റർഡേ ഇല്ല, എന്നാലും അത് മുതൽ കൊടുക്കാം. ഓക്കെ, മാർക്കറ്റിൽ ലോസേ കാണിക്കുള്ളൂ. നമുക്ക് 28-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള കാണിക്കാം. പക്ഷേ ഇന്നത്തെ അത് കാണൂല കേട്ടോ. അതിൽ ഇന്നലെ വരെയുള്ള ഉണ്ടാവുള്ളൂ. കാരണം ഇന്നത്തെ ഉണ്ടാവും. ഇന്ന് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണല്ലോ. അപ്പോൾ ഇവിടെ പ്രിവ്യൂ കാണാം. സക്സസ്ഫുള്ളി ലിങ്ക് ജനറേറ്റഡ് കാണാം. പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. നമുക്ക് ടോട്ടൽ ഈ മാസം 62,466 ഉണ്ട് പ്രോഫിറ്റ്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലോട്ട് ചെയ്യാൻ 25,000 ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ട് അത്. പക്ഷേ ഒരു ലോട്ട് ചെയ്യാൻ അതിന് കുറച്ച് എമൗണ്ട് മതി. പക്ഷേ ആ റേഞ്ചിലാണ് എൻ്റെ ചിലപ്പോൾ കണ്ടിന്യൂസ് ഒരു 5 ദിവസം5 SL വന്നാലും 10 SL വന്നാലും ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓവറോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 50% എബോവ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഇതിൽ. കാരണം ഇന്നത്തെ പ്രോഫിറ്റും കൂടി 50%, 50% കൂടുതലുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് 2-3 ദിവസം വീഡിയോ ചെയ്തിട്ടില്ല ഈ മാസം. ബാക്കി എല്ലാ ദിവസവും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ അധികവും ഗ്രീനാണ് ഈ മാസം. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാത്ത 2-3 ദിവസം സ്കാൽപ്പിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിംഗ് ഒരുപാട് ട്രേഡ് അന്ന് ദിവസം എടുത്തിട്ടുണ്ട് അന്നത്തെ ആ ഒരു 3 ദിവസങ്ങളിൽ. പക്ഷേ സ്കാൽപ്പിംഗ് ബാക്ക് ടെസ്റ്റ് പോലെ ചെയ്തതാണ്. പക്ഷേ നമുക്ക് പ്രോഫിറ്റും ലോസും കിട്ടിയിട്ടില്ല ആ ദിവസങ്ങൾ. വലിയ മെച്ചമില്ല. ഒരുപാട് ട്രേഡ് ചെയ്തു എന്നല്ലാതെ കാര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ ഏതായാലും ഞാൻ സ്കാൽപ്പിങ്ങിൻ്റെ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് റിയൽ ട്രേഡിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമോഷണൽ പ്രശ്നം വരും. നമ്മൾ എന്നും ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോകുമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് നമുക്ക് എല്ലാ മാസം പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഈ മാസം 50% കിട്ടി. അടുത്ത മാസം ചിലപ്പോൾ അത് 10% ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ 20% ലോസ് ആയിരിക്കാം. ചിലപ്പോൾ അടുത്ത മാസം നമുക്ക് 100% പ്രോഫിറ്റ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് ആളുകൾ എപ്പോഴും ചോദിക്കണം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അങ്ങനെ ഒരു സാധനത്തിൽ എനിക്കിതുവരെ പറ്റില്ല. അങ്ങനെ പറ്റുന്ന ആളുകളുണ്ടോയെന്ന് അറിയില്ല. ഒരിക്കലും ഇതിലൊരു കൺസിസ്റ്റൻ്റ് ആയ ഒരു വരുമാനം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എല്ലാ മാസവും കിട്ടുമോ, എല്ലാ ദിവസവും കിട്ടുമോ, എല്ലാ ക്വാർട്ടറിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ കിട്ടാറില്ല. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഓവറോൾ ഡിസിപ്ലിനോട് കൂടി ചെയ്താൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്, എങ്ങനെ നോക്കുകയാണെങ്കിലും. പക്ഷേ ചിലപ്പോൾ എല്ലാ ദിവസവും മാസം ആഴ്ചയൊന്നും പറ്റണമെന്നും അതും അറിയില്ല. അപ്പം അങ്ങനെയാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ആയിട്ട് വരരുത്. മാർക്കറ്റിൽ പഠിക്കുന്നവരെ, നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റും ഡിസിപ്ലിനും ഉണ്ടാവുന്നവരെ ഓവർ ട്രേഡ് ചെയ്യാതെ, നമ്പർ ഓഫ് ട്രേഡ്സ്, ക്വാണ്ടിറ്റി മാറ്റുന്ന കാര്യം, ഇതിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുന്നവരെ പേപ്പർ ട്രേഡ് ചെയ്യുക. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മാക്സിമം സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു ലോട്ടൊക്കെ ചെയ്ത് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് പോയാൽ മതി, കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഇറങ്ങിയാൽ പ്രശ്നമാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിവേ, താങ്ക് യു, ബൈ.